കൂത്താട്ടുകുളത്തേക്ക് പോകാം. കൂത്താട്ടുകുളത്ത് നിന്ന് കൗൺസിലർ കലാരാജു നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. ശ്രീമതി കലാരാജു, നമസ്കാരം. നമസ്കാരം. ഇന്നലെ ശരിക്കും എന്താ പറ്റിയത്? കേൾക്കാം, പറഞ്ഞോളൂ, കേൾക്കാം. നമ്മൾ ഇന്നലെ അവിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു. കോടതിയുടെ ഉത്തരവും ഉണ്ടായിരുന്നു നമുക്കതിനകത്ത് പങ്കെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളവിടെ വന്ന് ഇറങ്ങിയ ആ സമയത്ത് നമ്മളെ അവർ തടയാൻ വേണ്ടി വളരെ ഹീനമായ രീതിയിൽ പേരെടുത്ത് പറയാൻ നമ്മുടെ ഒപ്പം തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്ന വനിതാ സഖാക്കൾ നമ്മളെ പുരുഷന്മാരുടെ കൈകളിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ശരിക്കും നമ്മളെ ഒരു വനിത എന്നുള്ള നിലയിൽ അവരെൻ്റെ മുടിക്കുത്തിന് ചുറ്റിപ്പിടിച്ച് ഇത്രയും പബ്ലിക്കിൻ്റെ ഇടയിൽ വളരെ വൃത്തികെട്ട രീതിയിൽ തന്നെയാണ് അവർ നമ്മളോട് പെരുമാറിയത്. അപ്പം നമ്മളെ അകത്തോട്ട് കയറ്റാതിരിക്കാൻ വേണ്ടി ഇത്രയും പോലീസ് സന്നാഹവും ഈ കോടതിയുടെ ഉത്തരവ് ഉണ്ടായിരുന്നിരിക്കെ നമ്മളോട് പിന്നെ അകത്തേക്ക് കടത്തി വിടാത്ത രീതിയിൽ അവർ തടയുകയാണ് ഉണ്ടായത്. ശരിക്കും നമുക്ക് ശാരീരികമായ ഉപദ്രവങ്ങളേറ്റു. ശ്രീമതി കലാരാജു, കൂടെ നിന്നിട്ട് കാലുവാരി അതിലുള്ള ഒരു ദേഷ്യം കാണിച്ചതാണോ അവർ? കൂടെ നിന്നിട്ട് കാല് വാരിയെങ്കിൽ അവർക്കതിൻ്റെ കൃത്യമായ ഇതുണ്ട്. കാരണം നമ്മൾ അവരോട് ആവശ്യപ്പെട്ടിരുന്ന, അതായത് വേറെ ഒന്നുമല്ല, അവർ വളരെ വൃത്തികെട്ട രീതിയിലാണ് എന്നോട് പെരുമാറിയത്. പക്ഷേ ഞാൻ ഒരിക്കൽ പോലും പിന്നെ വഴിവിട്ട ഒരു കാര്യത്തിനല്ല ഞാൻ CPM സമീപിച്ചത്. നമ്മുടെ വ്യക്തിപരമായ ഒരു കാര്യം, ഒരു ഫാർമേഴ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട് ആണ് എനിക്ക് ഡൗട്ടുണ്ടായിരുന്നു. കോവിഡ് വന്ന എൻ്റെ ഭർത്താവ് മരണപ്പെട്ടത്. അപ്പം ബാങ്ക് സെറ്റിൽ ചെയ്തതും എൻ്റെ തറവാട് വിറ്റ് ബാങ്കിൽ സെറ്റിൽ ചെയ്തതുമായി ബന്ധപ്പെട്ട് എനിക്ക് കുറേയേറെ സംശയങ്ങളുണ്ടായിരുന്നു. അവർ വളരെ 10 ലക്ഷം എന്നുള്ളത് ഈ കോവിഡ് വന്ന് മരണപ്പെട്ട ആ വ്യക്തിയുടെ പേരിൽ നിന്നും എൻ്റെ പേരിലേക്ക്, എൻ്റെ ഭർത്താവാണത്, പേരിലേക്ക് മാറ്റി വന്ന് 22 ലക്ഷം രൂപ എന്നിൽ നിന്നും 22.5 ലക്ഷം എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഞാനതിനെ ഇതെന്താണ്, നമ്മൾ പാർട്ടി ഭരിക്കുന്ന ബാങ്ക്, പിന്നെ കോവിഡ് വന്ന് മരിച്ച ആളുകൾക്ക് സർക്കാർ കൂടെ സഹായമായിട്ട് നിന്ന സമയത്ത് അതെന്താണ് അങ്ങനെ എടുത്തത്, അതിനകത്ത് ന്യായമുണ്ടോ എന്നറിയുന്ന ഒരു സംശയത്തിന് വേണ്ടിയാണ് ഞാനൊരു സംശയം ബ്രാഞ്ച് സമ്മേളനത്തിൽ ഉന്നയിച്ചു. അല്ലാതെ നമ്മൾ കൂടെ നിന്ന് കാല് വാരിയതല്ല. കൂടെ നിന്നവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ടല്ലോ, വനിത എന്നുള്ള നിലയ്ക്ക് അവർക്ക് എന്നെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഉണ്ടല്ലോ.